പോലീസിൻ്റെ നടപടികൾ ഓരോന്നും വലിയ രീതിയിൽ ഹൈക്കോടതിക്ക് തന്നെ ഇടപെടേണ്ടി വരുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. 2 മാസമേ ആയിട്ടുള്ളൂ അധികാരത്തിൽ വന്നിട്ട്. അപ്പോഴാണ് ഹൈക്കോടതി ചോദിക്കുന്നത്, ഇതെന്ത് പോലീസ്? ഞങ്ങളാരെങ്കിലും ചോദിക്കുന്നതാണെങ്കിൽ രാഷ്ട്രീയമാണ് എന്ന് പറഞ്ഞു തള്ളാം. പക്ഷെ ഇതെന്ത് പോലീസ് എന്ന് ചോദിക്കുന്നത് ഹൈക്കോടതി തന്നെയാണ്. കണ്ണൂർ മെഡിക്കൽ കോളേജിൽ വിദ്യാർത്ഥി നിതിൻ രാജിൻ്റെ ആത്മഹത്യവുമായിട്ട് ബന്ധപ്പെട്ട് അതിന് ഉത്തരവാദിയായ ഡോക്ടർ റാമിനെ സംരക്ഷിക്കാൻ പോലീസ് ഒത്തുകളിച്ചു എന്ന് ഹൈക്കോടതി തന്നെയാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. അതാ ഞാൻ പറഞ്ഞത്, രാഷ്ട്രീയ പ്രേരിതമായ രീതിയിൽ ആരെങ്കിലും പറഞ്ഞതല്ല. ഹൈക്കോടതി തന്നെ പോലീസിനെ സംബന്ധിച്ച് പറയുകയാണ്, നിങ്ങൾ ഒത്തുകളിച്ചിരിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ആദ്യം ജാമ്യം കിട്ടിയത്. ആ പോലീസ് ഉദ്യോഗസ്ഥനെതിരായിട്ട്, ഡിവൈഎസ്പിക്കെതിരായിട്ട് വ്യക്തിപരമായ പരാമർശം തന്നെ ഹൈക്കോടതി നടത്തിയിട്ടുണ്ട്. പാവപ്പെട്ടവരെ ഉപദ്രവിക്കാനും പണക്കാരെ രക്ഷപ്പെടുത്തലുമാണോ പോലീസിന്റെ നിലപാട് എന്ന് കോടതി ചോദിച്ചു. ഇതിൻ്റെ ഒപ്പം തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ വേർഡൻ ഉൾപ്പെടെയുള്ളവരുടെ പേരിലെടുത്തുകൊണ്ടിരിക്കുന്ന കേസിൻ്റെയും കാര്യം മനസ്സിലാക്കേണ്ടത്. അതുപോലെ കാപ്പ കേസിൽ പ്രതിയായ കൗൺസിലർക്ക് ജയിലിൽ സത്യപ്രതിജ്ഞ ചെയ്യാനുള്ള സൗകര്യം ഒരുക്കുന്നതിന് പിന്നിൽ പ്രവർത്തിച്ചതും കോടതിയെ ആ നിലപാട് സ്വീകരിക്കുന്നതിന് എത്തിച്ചതും വി.ഡി. സതീശൻ ഗവൺമെൻറ്റിൻ്റെ നിലപാടിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ നഗരസഭാ ഭരണം താൽക്കാലികമായെങ്കിലും അവർക്ക് നിലനിർത്തി കൊണ്ടുപോകാൻ സഹായിച്ചത്, ബി.ജെ.പിയെ സഹായിച്ചത് ഈ രീതിയിലുള്ള ഒരു നിലപാടിൻ്റെ ഭാഗമാണ്. സമരത്തിൽ പങ്കെടുത്ത എസ്.എഫ്.ഐ പ്രവർത്തകരെ മർദ്ദിക്കുകയും അവരെ ആശുപത്രി വരെ കൊണ്ടുപോകുമ്പോൾ കൈവിലങ്ങണിയിക്കുകയും ചെയ്യുന്ന ചിത്രമാണ് നമ്മളിവിടെ കേരളത്തിൽ കാണുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള നിരവധി സംഭവങ്ങളാണ് സംസ്ഥാനത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. 2 മാസം കൊണ്ട് ഇതാണ് അവസ്ഥയെങ്കിൽ UDF ഭരണം മുന്നോട്ടേക്ക് പോകുമ്പോൾ എന്താണ് ഉണ്ടാവാൻ പോകുന്നത് എന്നതിന് വ്യക്തമായ ഉത്തരമായിരിക്കും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. ആഗോളവൽക്കരണ നിലപാടുകളെ പൂർണ്ണമായിട്ടും ഉൾക്കൊണ്ടുകൊണ്ടാണ് സ്വകാര്യവൽക്കരണ സമീപനം അജണ്ടയായിട്ടാണ് UDF സർക്കാർ മുന്നോട്ടേക്ക് പോകുന്നത്. ബജറ്റ് പ്രസംഗത്തിലും നയപ്രഖ്യാപന പ്രസംഗത്തിലുമെല്ലാം ഈ നയങ്ങളാണ് വി.ഡി. സതീശൻ ഗവൺമെൻറ് മുന്നോട്ടേക്ക് വെച്ചത്. അതിൻ്റെ കാര്യങ്ങളെല്ലാം മുമ്പ് വിശദീകരിച്ചതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. തൊഴിലുറപ്പ് പദ്ധതി അത് വളരെ പ്രധാനപ്പെട്ട ഒരു പരിപാടിയാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം. ഏറ്റവും നന്നായിട്ട് തൊഴിലുറപ്പ് പദ്ധതി കൈകാര്യം ചെയ്യുന്ന ഒരു സംസ്ഥാനം കേരളമാണ്. ആ പദ്ധതി അട്ടിമറിക്കുകയാണ് കേന്ദ്ര ഗവൺമെൻറ് ചെയ്യുന്നത്. ഈ അട്ടിമറിക്കുന്ന നിലപാടിനെതിരായിട്ട് ഒരു അക്ഷരം പറയാൻ വി.ഡി. സതീശൻ ഗവൺമെൻറ് തയ്യാറില്ല. കേരളത്തിൽ ഈ പദ്ധതി നടപ്പിലാക്കണമെങ്കിൽ ഇപ്പോഴത്തെ നിയമം അനുസരിച്ച് തൊഴിലുറപ്പ് പദ്ധതിക്ക് പേരെല്ലാം വേറെ കൊടുത്ത് പരിപാടി തന്നെ മാറ്റിയിരിക്കുകയാണ്. അതിൽ 2090.96 കോടി രൂപ ആവശ്യമായി വരും കേരളത്തിൻ്റെ വിഹിതം എന്ന രീതിയിൽ. എന്നാൽ നീക്കിവെച്ചതാവട്ടെ 668 കോടി രൂപ മാത്രമാണ്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം തൊഴിലുറപ്പ് പദ്ധതി ഏതാണ്ട് കേരളത്തിൽ നാമാവിശേഷമാകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ബി.ജെ.പിയെ അകമഴിഞ്ഞ് പിന്തുണക്കുന്ന അദാനിക്ക് എല്ലാ ഒത്താശകളും ചെയ്തു കൊടുക്കുമ്പോൾ തന്നെ പാവപ്പെട്ട തൊഴിലാളികൾക്ക് അവർക്ക് അവരുടെ ജീവിതം മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ ഇന്ത്യയിലുടനീളം ഫലപ്രദമായിട്ട് ഉപയോഗിക്കുന്ന ഒന്നായിരുന്നു തൊഴിലുറപ്പ് പദ്ധതി. അതിനെ പൂർണ്ണമായിട്ട് ഇല്ലായ്മ ചെയ്യാനുള്ള ശ്രമമാണ് നടക്കുന്നത്. വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ കാര്യത്തിൽ സർക്കാർ അനുമതിയില്ലാതെ 49% ഓഹരി വിറ്റ നിലപാട് സ്വീകരിച്ചു MSCക്ക്. അത് വലിയ രീതിയിൽ ചർച്ച ചെയ്തു. കേന്ദ്ര ഗവൺമെൻറ്റിനോട് അവർ അനുവാദം വാങ്ങാൻ SEBIയെ സമീപിച്ചു. സംസ്ഥാന ഗവൺമെൻറ്റിനോട് മുൻകൂർ അനുവാദം വാങ്ങിയിട്ടില്ല. ഇതെല്ലാം കേരളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അധികാരമേറ്റ ഉടനെ തന്നെ അവരന്ന് പ്രഖ്യാപിച്ചിരുന്നത് ഇന്ദിരാ ഗ്യാരണ്ടി ഞങ്ങൾ ഇപ്പോൾ തന്നെ നടപ്പിലാക്കുമെന്നാണ്. എന്നാൽ അവയൊന്നും ഫലപ്രദമായി നടപ്പിലാക്കാൻ അവർക്കായിട്ടില്ല എന്ന് നമുക്ക് കാണാൻ കഴിയും. കേരളത്തിൻ്റെ നേട്ടങ്ങൾ ഓരോന്നോരോന്നായിട്ട് ഇല്ലായ്മ ചെയ്യാനുള്ള പ്രവർത്തനമാണ് ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് 5 ലക്ഷത്തിലധികം ആളുകൾക്ക് വീട് നൽകിയിട്ടുള്ള ലൈഫ് പദ്ധതി. അത് ഒരു വ്യക്തതയുമില്ലാത്ത രീതിയിൽ മുന്നോട്ടേക്ക് പോവുകയാണ്.
31.39 ലക്ഷം സ്ത്രീകൾക്ക് നൽകാൻ കഴിയുന്ന 16 ലക്ഷം സ്ത്രീകൾക്ക് നൽകിക്കൊണ്ടിരുന്ന സ്ത്രീ സുരക്ഷാ പദ്ധതി ഇപ്പോൾ ഏതാണ്ട് അവസാനിപ്പിച്ചിരിക്കുകയാണ്. വിദ്യാർത്ഥികൾക്ക് നൽകിയിട്ടുള്ള കണക്ട് വർക്കിൻ്റെ ഭാഗമായിട്ടുള്ള 1000 ഉറുപ്പിക മാസാമാസം ആ പദ്ധതിയും ഇപ്പോൾ ഇല്ലാതായി കഴിഞ്ഞിരിക്കുകയാണ്. ജൻസികളെ ഉദ്ദേശിച്ചുകൊണ്ട് അന്ന് വളരെ വലിയ പ്രഖ്യാപനം, മോട്ടോർ വാഹനങ്ങളുടെ രൂപമാറ്റം ഞങ്ങൾ ഫലപ്രദമായിട്ട് കൈകാര്യം ചെയ്യുമെന്നാണ്. യുവതയെ വഞ്ചിച്ചുകൊണ്ട് ഒരു തരത്തിലുള്ള രൂപമാറ്റവും അനുവദിക്കാതെ അവർക്കെല്ലാം പിഴയിടേണ്ടി വരുന്ന സ്ഥിതി ഇപ്പോൾ വന്നു കഴിഞ്ഞിരിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ഉൾപ്പെടെ പണം ലഭിക്കുന്നതിനുള്ള സുതാര്യമായ സംവിധാനം, ഓൺലൈൻ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് ഇതിനു മുമ്പ് കേരളം കൈകാര്യം ചെയ്തതാണ്. ഇതിനു പകരം പഴയ പോലെ കടലാസ് അപേക്ഷ കൊണ്ട് അതിൻ്റെ സുതാര്യതയെ പൂർണ്ണമായിട്ട് തകർക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് മുമ്പുണ്ടായി ഉയർന്നു വന്ന അഴിമതി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് സൗകര്യം ലഭിക്കുകയും ചെയ്യുന്ന സ്ഥിതിയാണ്. കപ്പൽശാല നിർമ്മിക്കുന്നതിന് വേണ്ടി ടാറ്റ 10,000 കോടി ഉറുപ്പിക ഇവിടെ നിക്ഷേപിക്കാൻ പോവുകയാണ് എന്നുള്ള കളവ് വി.ഡി. സതീശൻ പരസ്യമായിട്ട് പറയുന്ന സ്ഥിതി വന്നു. അത് പൂർണ്ണമായിട്ട് മാധ്യമങ്ങളും എല്ലാവരും കൂടി ചേർന്ന് അതിൻ്റെ പൊള്ളത്തരം തുറന്ന് കാണിച്ചപ്പോൾ പിന്നെ മുണ്ടാട്ടില്ലാതായി എന്നുള്ളത്. അങ്ങനെ കളവ് ഓരോന്ന് പറയുകയാണ്. ശ്രീമതി ടീച്ചർക്കെതിരായിട്ടുള്ള കടന്നാക്രമണം അത് വലിയ രീതിയിൽ ഇപ്പോൾ മാധ്യമങ്ങളുടെ ഭാഗമായിട്ട് വന്ന ഒരു പ്രശ്നമാണ്. ശ്രീമതി ടീച്ചറെ ആർക്കും പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. ഒരു അരനൂറ്റാണ്ടായി കേരളത്തിലെ രാഷ്ട്രീയ സാമൂഹിക മേഖലയിൽ പ്രവർത്തിക്കുന്ന CPIM-ൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗമായിട്ടുള്ള സഖാവ് ശ്രീമതി ടീച്ചർക്കെതിരായി വ്യാപകമായ പ്രചാരവേല, അതിന് മത്സരപരമായ രീതിയിൽ നടത്തുന്ന മാധ്യമങ്ങളുടെ ഒരു ചിത്രമാണ് നമ്മൾ കണ്ടത്. അപ്പോൾ CPIM-ൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗവും മഹിളാ അസോസിയേഷൻ്റെ അഖിലേന്ത്യാ പ്രസിഡന്റുമായ സഖാവ് PK ശ്രീമതി ടീച്ചറെ പറ്റി പറഞ്ഞിട്ടുള്ളത്, PK ശ്രീമതി ടീച്ചർ ഒരു MLA-യുടെ ഭാര്യയുടെ പേരിലുള്ള കുടുംബ പെൻഷൻ വാങ്ങുന്നു എന്ന പച്ചക്കള്ളമാണ്. വ്യാപകമായ പ്രചരണമാണ് ഇതിൻ്റെ ഭാഗമായിട്ട് നടത്തിയത്. 1960-ൽ തൃശ്ശൂർ ജില്ലയിലെ കുന്നംകുളം MLA ആയിരുന്ന PR കൃഷ്ണൻ്റെ ഭാര്യ PK ശ്രീമതിയാണ് ഭർത്താവിൻ്റെ മരണശേഷം കുടുംബ പെൻഷൻ കൈപ്പറ്റിയിരുന്നത് എന്നത് വസ്തുതയാണ്, എന്നതാണ് കാര്യം. എന്നാൽ ഇത് മറച്ചു വെച്ചു. ഇപ്പോൾ രണ്ടുപേരും മരിച്ചു. അതായത് ശ്രീമതി ടീച്ചറും മരിച്ചു, അതേപോലെ തന്നെ PR കൃഷ്ണനും മരിച്ചു. എന്നാൽ സ്വാതന്ത്ര്യ സമര സേനാനിയും കോൺഗ്രസ് നേതാവുമായിരുന്ന PR കൃഷ്ണൻ സംസ്ഥാനത്ത് അറിയപ്പെടുന്ന കോൺഗ്രസ് നേതാക്കന്മാരുടെ പട്ടികയിലാണ്. ഐക്യകേരളം രൂപം കൊള്ളുന്നതിന് മുമ്പും ഐക്യകേരളം രൂപം കൊണ്ടതിന് ശേഷവും 1960-ൽ നിയമസഭയിൽ മത്സരിച്ച് വിജയിച്ചിട്ടുള്ള ആളാണ്. 1998 ജൂലൈ 7-നാണ് അദ്ദേഹം മരിച്ചത്. അദ്ദേഹത്തിൻ്റെ MLA പെൻഷനാണ് ഭാര്യ PK ശ്രീമതിക്ക് ലഭിച്ചിരുന്നത്. PR കൃഷ്ണൻ്റെ മകൻ ഇന്നലെ മാധ്യമങ്ങളോട് ഈ വിഷയത്തിൽ പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയുള്ള കള്ളത്തരങ്ങൾ പാർട്ടി നേതാക്കൾക്കെതിരായിട്ട്, പ്രത്യേകിച്ച് വനിതാ സഖാക്കൾക്കെതിരായി അടിച്ചുവിടുന്നതിന് യാതൊരു തരത്തിലുള്ള ജാള്യതയും കാണിക്കാത്ത ഈ പത്രപ്രവർത്തന അല്ലെങ്കിൽ മാധ്യമ ശൃംഖലയിലെ ഇത്തരം കടന്നാക്രമങ്ങളെ, വ്യാജ വാർത്ത നൽകുന്ന ഇത്തരം കടന്നാക്രമങ്ങളെ അതിശക്തിയായിട്ട് എതിർത്ത് പരാജയപ്പെടുത്തേണ്ടതുണ്ട്. മാധ്യമങ്ങളും അത് ഗൗരവപൂർവം പരിശോധിക്കേണ്ടതാണ്. തെറ്റായ വാർത്തകൾ ഉണ്ടാക്കി മനുഷ്യനെതിരായിട്ട്, സാധാരണ മനുഷ്യർക്കെതിരായിട്ട് അതിശക്തിയായ പ്രചാരവേല സംഘടിപ്പിക്കുന്ന നിലപാടിനെ അതിശക്തിയായിട്ട് പാർട്ടി സംസ്ഥാന കമ്മിറ്റി എതിർക്കുകയാണ്. ഇന്നലെ സംസ്ഥാന കമ്മിറ്റി ഈ കാര്യം പരിശോധിച്ചിട്ട് PK ശ്രീമതി ടീച്ചറോട് നിയമപരമായ നിലപാടുകൾ സ്വീകരിക്കണം, ഒപ്പം മഹിളാ പ്രസ്ഥാനം അതിശക്തിയായിട്ട് ഇതിനെതിരായിട്ടുള്ള പ്രതികരിക്കുകയും വേണം എന്നിപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട്.